നമ്മളിൽ പലർക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യണം, നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കണം, മുഖത്തെ ചുളിവുകളും കറുത്ത പാടുകളും കരിവാളിപ്പൊക്കെ മാറണമെന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് സഹായിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റംസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കും യൂസ് ചെയ്യാം. കുട്ടികൾക്കും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിൻ നന്നായിട്ട് നിറം വെക്കാൻ സഹായിക്കും. പിന്നെ ഭയങ്കര റഫായിട്ട് പരുപരുത്തിട്ടുള്ള സ്കിന്നുള്ളവരാണെങ്കിൽ അവരുടെ സ്കിന്ന് നല്ല സോഫ്റ്റും സ്മൂത്തും സപ്പിളായിട്ടൊക്കെ ഇരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ, മുഖക്കുരു, അതേപോലെ മുഖത്തുണ്ടാകുന്ന എന്താ പറയുക കരിവാളിപ്പൊക്കെ നല്ല രീതിയിൽ മാറ്റും. ഫുൾ ബോഡിയിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആണിത്. ഫേസിലും നെക്കിലും മാത്രമല്ല, നമുക്ക് ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാം, ആൺകുട്ടികൾക്കും യൂസ് ചെയ്യാം. വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റംസ് ആണിത് ഞാൻ ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈകാലുകളിലൊക്കെ പരുവരുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈകാലുകൾ യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും കൈകാലുകളിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഇതിൽ ഒരുപാട് നല്ല നല്ല എന്താ പറയുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ക്രീമാണിത്. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ്റെയൊക്കെ ഡെഫിഷ്യൻസിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് വീക്ക്ലി എന്താ പറയുക ഒന്നര ഇടവിട്ട് ദിവസങ്ങളിൽ ചെയ്താൽ മതി. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പിഗ്മെൻറ്റേഷനും കരിവാളിപ്പൊക്കെ നന്നായിട്ടുണ്ട്, നമുക്ക് കുറച്ച് നാൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ മോളുടെ ഒച്ചയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കണം. നമ്മൾ അരികത്തിരുന്ന് പാട്ട് പാടാം കേട്ടോ. അപ്പോൾ അതാ വേറൊന്നുമല്ല, നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം നമ്മുടെ ഉഴുന്നാണ് കേട്ടോ. ഇത് ഞാൻ കുതിർത്തി വെച്ചതാണ്. തലേ ദിവസം നമുക്ക് ഇതേപോലെ 1-2 ടേബിൾ സ്പൂൺ മതി. നമുക്ക് ഫുൾ ബോഡിയിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ടേബിൾ സ്പൂൺ കണക്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ഉഴുന്നെടുത്തിട്ട് തലേ ദിവസം കുതിർത്തി വെക്കുക. കുതിർത്തി വെച്ചതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇത് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പറയും, നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇത് അരച്ചെടുക്കാൻ നേരത്തെ കുറച്ച് പാൽ കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. കാരണം നമുക്കറിയാമല്ലോ, പാൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റും സ്മൂത്ത് ആക്കും. അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടും എക്സായിട്ടുള്ള ഓയിലൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനൊക്കെ സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ പാലും കൂടി എടുത്തത്. നമുക്ക് എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്, കുറച്ച് മതിയല്ലോ. അപ്പോൾ നമുക്ക് അലോവേറ ജെല്ലൊക്കെ മിക്സ് ചെയ്യണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ അതിനൊന്നും കഴിയില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉഴുന്ന് മാത്രം മതി. കുറച്ച് വെള്ളമിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഉഴുന്ന്. പ്രത്യേകിച്ച് കുതിർത്തിയെടുക്കുന്ന ഉഴുന്നിനാണ് ഏറ്റവും ഗുണങ്ങൾ കൂടുതൽ കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫുൾ ബോഡിയിലും ഫേസിലും നെക്കിലും എല്ലായിടത്തും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് 1.5 ഇടവിട്ട് മാത്രമേ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫേസ് നന്നായിട്ട് കഴുകുക ആദ്യം. അതിനുശേഷം നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിലും ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതിന് ശേഷം നിങ്ങൾ സോപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചെറുപയർ യൂസ് ചെയ്യില്ലേ, ചെറുപയർ പൊടി നമ്മുടെ ഹെയറിനും സ്കിന്നിനൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യില്ല, അതുപോലെ തന്നെയാണ് ഉഴുന്നും. ഇതിനുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യുക, അല്ലെങ്കിൽ വൈറ്റനിങ് ഞാൻ അങ്ങനെ പറയാറില്ല, വെളുപ്പിക്കൽ പരിപാടിയൊന്നും ഞാൻ പറയാറില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് പറയുകയാണ്. നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിന് വരെ സഹായിക്കുമെന്നാണ് അതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. അതിനുള്ള ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസും അതേപോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ നമ്മുടെ ഈ ഒരു കുതിർത്ത് വെച്ച ഉഴുന്നിലുണ്ടെന്നാണ് പറയണത്. നമുക്കിത് നമ്മുടെ ബോഡിയിലെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ഉഴുന്ന് മാത്രമേ ഞാൻ പാലെടുത്തില്ല, അതേപോലെ നമുക്ക് മഞ്ഞളുടെ പൊടി ചേർക്കാം, എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ്സ് ഓറഞ്ച് പീൽ പൗഡറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്യാം. ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ ഇൻസ്റ്റൻ്റായിട്ട് ലൈറ്റനിങ് സഹായിക്കും. പ്രത്യേകിച്ച് നമ്മൾ ശരീരത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിൽ ദുർഗന്ധമൊക്കെ ഉണ്ടാവില്ല, വിയർപ്പിൻ്റെ നാറ്റമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനൊക്കെ സഹായിക്കും. നമ്മൾ ചെറുപയർ പൊടി എങ്ങനെയൊക്കെ നമുക്ക് നമ്മളൊരു ബാത്തിങ് പൗഡറായിട്ട് യൂസ് ചെയ്യുമോ അതേ രീതിയിൽ നമുക്ക് ഈ ഒരു ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുള്ള ഉഴുന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുള്ള ഉഴുന്നിനാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങളുള്ളത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാം. അതാണ് ഇത്രയും കൂടി എനിക്ക് ഇത്തിരി ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ. കാരണം പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ തലേ ദിവസം നമ്മൾ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ ഉഴുന്ന് കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് പാലോ വെള്ളമോ റോസ് വാട്ടറോ നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻറ്റുമായിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് നമ്മൾക്ക് കുളിക്കാൻ പോകുന്ന സമയത്ത് ഫേസിലും ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യണതിൻ്റെ കാര്യം പറയാനുള്ളതെന്നുണ്ടെങ്കിൽ
നമുക്ക് ഫേസിലും ബോഡിയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊടുക്കും, നാച്ചുറലായിട്ടൊരു ഗ്ലോ കൊടുക്കും. അതേപോലെ സ്കിന്നിലെ ഡെഡ് സെൽസും അതേപോലെ ഡേർട്ടും എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധ ഇവിടുന്ന് പോകുന്നുണ്ട്, വേറെ നല്ല എൻ്റെ മോളരികത്തിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് എൻ്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് അവൾ ഓരോന്ന് കാട്ടുമ്പോൾ എൻ്റെ ഒരു ശ്രദ്ധ, ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്കുള്ള ശ്രദ്ധ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്ക് എന്താ പറയുക തെറ്റുപറ്റുകളൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാജിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫേസിലൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ഫേസിലോട്ട് നല്ല രീതിയിൽ അബ്സോർബ് ആകാനായിട്ട്, ആ ഒരു കണ്ടൻറ്റ് നല്ല രീതിയിൽ അബ്സോർബ് ആവാനായിട്ട് മസാജിങ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഡീപ്പ് ക്ലെൻസിങ്ങിനും ഈ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ സ്കിന്നിൽ നമുക്ക് എന്താ പറയുക, ഡീപ്പായിട്ട് ക്ലെൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡേർട്ടും എക്സായിട്ട് ഓയിലും ഡെഡ് സെൽസൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അതാ നന്നായിട്ട് ഇപ്പോൾ ഞാൻ ഫേസിലും എൻ്റെ കയ്യിലും അപ്ലൈ ചെയ്ത കാരണം ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് 2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ മൊത്തത്തിൽ കഴുകി കളയുന്നത്. നിങ്ങൾ ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുക. കുളിക്കാൻ പോകുന്ന നേരത്താണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ജസ്റ്റ് നന്നായിട്ട് നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് മസാജൊക്കെ ചെയ്യില്ല, അതുപോലെ തന്നെ അങ്ങനെ നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നന്നായിട്ട് നല്ല രീതിയിൽ എല്ലായിടത്തും ആക്കി മസാജ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. നിങ്ങളിത് ഡ്രൈ ആവാനായിട്ട് ബാത്റൂമിൽ തന്നെ കുത്തിയിരിക്കണമെന്നൊന്നും ആവശ്യമില്ല. നമ്മൾ ചെറുപയർ പൊടിയൊക്കെ യൂസ് ചെയ്യില്ലേ, അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വലിയാൻ തുടങ്ങുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫേസും എൻ്റെ കൈകാലൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നല്ല സ്മൂത്താവും. റഫായിട്ടുള്ള സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും സ്മൂത്ത് ആകുന്നുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് ചെറിയൊരു ബ്രൈറ്റ്നസ് കേട്ടോ, ചെറിയ ബ്രൈറ്റ്നസ്. നിങ്ങൾ ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ലെമൺ ജ്യൂസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ആഡ് ചെയ്യാത്ത കൊണ്ട് ചെറിയൊരു ബ്രൈറ്റ്നസ് ഉണ്ട്. റെഗുലറായിട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.5 ഇടവിട്ട് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ആയിട്ടുള്ള മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളിങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുമ്പോൾ സോപ്പ്, ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഓയിലി സ്കിന്നാണ്, നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുക കേട്ടോ. ഇത് സാധാരണഗതിയിൽ അങ്ങനെ ഓയിലി ആയിട്ട് തോന്നില്ല, കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടൊക്കെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എങ്കിലും ചിലവരുടെ സ്കിൻ അങ്ങനെ ഉണ്ടാവില്ല, ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിന്നിന്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫേസൊക്കെ വാഷ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഓയിലി ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും ഉഴുന്ന് അരച്ചേക്കുന്ന കാരണം നിങ്ങൾക്ക് ഹെയർ കെയറിന് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് അറിയാലോ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഉഴുന്ന്. അതുകൊണ്ട് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഹെയർ പാക്കായിട്ടും യൂസ് ചെയ്യാം വീക്ക്ലി, അതായത് ആഴ്ചയിൽ ഒറ്റ തവണ മാത്രം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോ ഒക്കെ ചെയ്യണേ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.